ഹായ് പ്രിയ കൂട്ടുകാരെ, എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത്, ഞാനൊരു 3/4 കിലോ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. അത് വൃത്തിയായിട്ട് കഴുകി ഒരു ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ ഇറച്ചി വയ്ക്കുന്ന ചട്ടിയാണ്. മീനിന് വേണ്ടി വേറെ ചട്ടി വെച്ചിട്ടുണ്ട്, ഇറച്ചിക്ക് വേണ്ടി വേറെ ചട്ടി, ഇങ്ങനെ ചട്ടികൾ പ്രത്യേകം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ 3/4 കിലോ ഇറച്ചി വൃത്തിയായിട്ട് കഴുകി ഈ ചട്ടിയിലോട്ട് എടുത്തിട്ടുണ്ട്. പഴയ കാലത്ത് നമ്മുടെ അമ്മമാരൊക്കെ വയ്ക്കുന്ന ആ മെത്തേഡിലാണ് ഞാൻ ഇന്ന് വയ്ക്കാൻ പോകുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. അധികം വെള്ളമല്ല, കുറച്ച് വെള്ളം കൂടെ. തീയരിക്കുന്ന അടുപ്പിലായതുകൊണ്ട് ഇതിന് വെള്ളം ആവശ്യമാണ്. അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം 3/4 മണിക്കൂറെങ്കിലും ഇങ്ങനെ വേവാനുണ്ട്. നമ്മുടെ ഇറച്ചി അടുപ്പിൽ വെച്ച് ഏകദേശം ഇറച്ചി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നന്നായിട്ട് വെന്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തേക്ക് ഞാൻ ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ് ഇതിലേക്ക് ഇടുന്നത്, നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ചെറിയ ഉള്ളി വലുതായിട്ടുള്ളതിനെ 2ആയിട്ട് മുറിച്ച്, ചിലതൊക്കെ ഇതുപോലെ ചെറുതായിട്ട് തന്നെയാണ് ഇട്ടേക്കുന്നത്. പിന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 7-8 പച്ചമുളക് എടുത്ത് 2ആയിട്ട് കീറി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഈ ഇറച്ചിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എടുത്തിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടി ഇതിലോട്ടൊന്ന് നമുക്ക് ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാമേ. ഈ സമയം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് നമുക്ക് വേവിക്കാം. ഉള്ളി വേകുന്നത് വരെ ഇത് നമുക്ക് അടച്ചു വെച്ച് തന്നെ വേവിക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന ഇറച്ചിയിലേക്ക് ചേർക്കാൻ എടുത്തിരിക്കുന്ന മസാലക്കൂട്ടുകളാണ്. മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 3/4 ടീസ്പൂൺ കറി മസാലപ്പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്, അല്പം മഞ്ഞളും കൂടെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി മഞ്ഞൾ ചേർത്തിട്ടുണ്ട്. അതുപോലെ ഉപ്പും നമ്മൾ ചേർത്തിട്ടുണ്ട്. എന്നാലും ഉപ്പ് നോക്കിയിട്ട് അല്പം കൂടെ ചേർക്കേണ്ടി വരും. ഇതെല്ലാം കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിൻ്റെ പച്ച മണം മാറിയാൽ മാത്രം മതിയേ. നമ്മൾ എടുത്തു വെച്ച മസാലക്കൂട്ടുകളെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ച മണം മാറുന്നതിന് വേണ്ടിയിട്ടാണ്, മുളകും മല്ലിയുടെയും പച്ച മണം മാറുന്നതിന് വേണ്ടിയിട്ടാണ് ചെറുതാക്കി ചൂടാക്കിയെടുത്തത്. ഇത് നമുക്ക് ഇനി ഇറച്ചിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇറച്ചി നന്നായിട്ടായിട്ടുണ്ട്. ഏകദേശം ഞാനിപ്പോഴും ചട്ടിയിൽ ഇറച്ചി വെച്ചിട്ട് 3/4 മണിക്കൂറോളം ആയിട്ടുണ്ട്. അരമണിക്കൂറായതിന് ശേഷമാണ് ഞാൻ ഉള്ളിയും അതിന് വേണ്ടുന്ന പച്ചമുളകും എല്ലാം ചേർത്തത്. ഇനി ഇപ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനോടൊപ്പം ഒരു 3 മീഡിയം സൈസ് ടൊമാറ്റോയും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാൻ ടൊമാറ്റോ എടുത്തിട്ട് ഇടാം. നമ്മുടെ തക്കാളി ചേർത്തിട്ടുണ്ട്. തക്കാളി ചേർത്ത് ഒരു 1/2 ഗ്ലാസ് തിളച്ച വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മളിതിപ്പോൾ ചാറിട്ടാണ് എടുക്കുന്നത്. ഇത് ചാറിട്ടെടുക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് വരുന്നത്. ഇതിൽ ഞാൻ വരട്ടിയെടുക്കാനല്ല ഉദ്ദേശിച്ചത്, ഇതുപോലെ ചാറിട്ട്. ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് നേരം കൂടെ കഴിയുമ്പോൾ നമ്മുടെ കറി റെഡിയാകും. എൻ്റെ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യാതെയും ഷെയർ ചെയ്യാതെയും സബ്സ്ക്രൈബും ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെയ്യുവാൻ മറക്കല്ലേ. ഇതിൽ ഒരു തുള്ളി എണ്ണ പോലും ചേർത്തിട്ടില്ല. എണ്ണ ചേർക്കാതെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതിലുള്ള നെയ്യിലുള്ള എണ്ണ വരുന്നതല്ലാതെ നമുക്കിതിൽ ഒരു തുള്ളി എണ്ണ പോലും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ കിട്ടിയതാണ്. ഇതിങ്ങനെ അടുപ്പിൽ തന്നെ വെച്ചിരുന്നാൽ ചൂടോടുകൂടി നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. ഇതുപോലെ അതിലുള്ള നെയ്യാണ് എണ്ണയായിട്ട് ഉരുകി മാറുന്നത് കേട്ടോ.